കുട്ടിക്കാരെ വരുക ബുക്ക് എടുക്കാൻ പോയതാ. ഇതേ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ. അതിൻ്റെ ഒറിജിനൽ പതിപ്പ് മലയാളമാണ്. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി. എല്ലാവരും ഈ ബുക്കൊന്ന് വാങ്ങിക്കൂട്ടാ. ഇത് വാങ്ങിച്ച് വായിക്കണം, എല്ലാവരും വായിക്കണം. കാരണം ഉണ്ടല്ലോ, കുറേ പേര്, എനിക്കറിയാവുന്ന കുറേ പേര് ഈ മോട്ടിവേഷൻ ക്ലാസ്സസ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ തട്ടിയിട്ട് നടക്കാൻ വയ്യ ഈ യൂട്യൂബ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതും ഇന്ന കോഴ്സസ് എടുക്കൂ, ആ കോഴ്സ് എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് പണം വാങ്ങിക്കുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവർ പറയുന്നുണ്ട് ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിദ്യ പഠിപ്പിച്ച് തരാമെന്ന്. അതങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. സിൽവിയ എന്ന് പറഞ്ഞൊരു ലേഡി ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് പഠിപ്പിച്ച് തരുന്നതിന് പകരം അവർ തന്നെ യൂസ് ചെയ്താൽ പോരെ. ഈ പഠിപ്പിച്ച് തരുന്ന മോട്ടിവേറ്റർമാരെ യൂസ് ചെയ്ത് അവർക്ക് ലോട്ടറി അടിക്കുകയാണെങ്കിൽ പിന്നെ അവരെന്തിനീ കഷ്ടപ്പെട്ട് ക്ലാസ്സുകളെടുത്ത് ഒരു ക്ലാസ്സിന് ഇത്ര രൂപ എന്ന് പറഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ആളുകളെ നന്നാക്കാനാണ്, സ്ത്രീകളെ എംപവർമെൻ്റൊക്കെ ചെയ്യാനാണെങ്കിൽ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. പാവപ്പെട്ട സ്ത്രീകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഒരു ഫീസ് മേടിക്കുക, നിങ്ങളുടെ സമയത്തിന് ഒരു ചെറിയൊരു ഫീസ് മേടിക്കുക, ഒരു 500 1000. ഇത് ലക്ഷങ്ങളൊക്കെയാണ് ആ പാക്ക് ഈ പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതും ചെറിയ ചെറിയ കോഴ്സസ് ചെയ്തിട്ട് അവർ എന്ത് കോച്ചാണ്? ലൈഫ് കോച്ച്. എൻ്റെയോ നിങ്ങളുടെയോ ലൈഫ് സെയിം അല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ലൈഫ് കോച്ച് ആകാൻ പറ്റുക നമുക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കില്ല എൻ്റെ ലൈഫിൽ നടക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടക്കുന്നതായിരിക്കില്ല നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. പിന്നെ അതുപോലെ എത്രയോ പണക്കാരുണ്ട്. അവരുടെ ലൈഫിലൊക്കെ നടക്കുന്നതാണോ നമുക്ക് നടക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ ഈ ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മനസ്സിൻ്റെ ശക്തി, എനിക്ക് എത്രത്തോളം ശക്തിയുണ്ടോ അതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, എനിക്ക് എത്രത്തോളം ശക്തിമത്തായിട്ട് ചിന്തിച്ച് എനിക്ക് എത്രത്തോളം ശക്തിമത്തായിട്ട് കാര്യങ്ങൾ നടപ്പിൽ ആക്കാൻ പറ്റും, അതാണ് എൻ്റെ ജീവിതം. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഭാഗ്യലക്ഷ്മി ചേച്ചിയെ കണ്ടതിനെ പറ്റിയിട്ടൊരു കുഞ്ഞു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ 10-12 വർഷമായിട്ട് ആ ചേച്ചിയെ കാണണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കും, ഇവരൊക്കെ ഫിലിം സ്റ്റാർസും അവരൊക്കെ ആയിട്ടൊക്കെ ഉള്ള സൗഹൃദമൊക്കെ ഉള്ള വലിയ സുഹൃത്ത് വലയമൊക്കെ ഉള്ളൊരു ചേച്ചി, നമ്മൾ ഈ സാധാരണക്കാരെയൊക്കെ എന്തിനു മീറ്റ് ചെയ്യണം? നമ്മളവരെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നടന്നു, സിംഗിൾ വഴി നടന്നു, ആരെങ്കിലും ഒക്കെ മൂലമായിട്ട് നടക്കും അല്ലേ. അപ്പോൾ എന്താ പറയുക, ഞാൻ കുറച്ച് നാളായിട്ട് സിംഗിളിൻ്റെ പേര് യൂസ് ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് കരുതിയാണ്. അവരുടെ പേര് യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ചാനലിനെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചില ആളുകൾ അവരുടെ അടുത്തൊക്കെ പറയുകയുണ്ടായി നേരത്തെ. സിംഗിളല്ല പറഞ്ഞത്, വേറെ ആൾക്കാർ. അപ്പോൾ അത് എനിക്കത് അത്ര സുഖം തോന്നിയില്ല. കഷ്ടമല്ലേ എന്നെ അങ്ങനെ പറയുന്നതെന്ന്, അല്ല അവരെയും എന്നെയും അങ്ങനെ പറയുന്നതെന്ന് ഓർത്താണ് ഞാനത് ചെയ്യാതിരുന്നത്. പക്ഷേ ഞങ്ങൾ ഈയിടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ചേർന്നൊരു വീഡിയോ ചെയ്തപ്പോൾ അത് ഒരുപാട് സ്വീകരിച്ചു എല്ലാവരും കേട്ടോ. നന്നായിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത്, ആ ടോപ്പിക്ക് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളൊരു സംവാദമാണ് സുഹൃത്തുക്കളെ, എല്ലാവരെയും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ നമ്മൾ യോജിക്കുന്ന ചില ഘടകങ്ങൾ നമ്മൾ സംസാരിക്കും അല്ലേ. അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ടോപ്പിക്ക് എടുത്തിട്ട് പറഞ്ഞ്, കാരണം അതിലെനിക്ക് വിയോജിപ്പുണ്ടായിരുന്ന ടോപ്പിക്കാണ്. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ ഒന്നും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ആ കുട്ടി വേണ്ടാതീനം കാണിക്കണം കണ്ടിട്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഈ യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെന്നത് ചെയ്തത്. അതെല്ലാവരും സ്വീകരിക്കുകയും ചെയ്തു കേട്ടോ. ഞാനത് പറയാൻ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, ആ ഒരു പെൺകുട്ടി സബ്സ്ക്രിപ്ഷനിൽ തുണി ഉരിഞ്ഞ് കാണിക്കുന്നത്, വസ്ത്രം ഇല്ലാതെയൊക്കെ കാണിക്കുന്നത്, അതൊക്കെ ഒരുതരം ഓൺലൈൻ വ്യഭിചാരം എന്നല്ലേ അതിനൊക്കെ പറയാം. അത് പൊട്ടത് നമ്മുടെ വിഷയമല്ല, കഴിഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് കുട്ടിക്ക് തിരുത്താൻ വേണമെങ്കിൽ. അപ്പോൾ ഇത് ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തി. നമ്മൾ സയൻസിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. നമുക്കറിയാം ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ച നിയമമാണ് ആ ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ന്യൂട്ടൺസ് തിയറി പ്രകാരമാണല്ലോ അത് ആപ്പിൾ വന്ന് തലയിൽ വീഴുമ്പോൾ ഇതെങ്ങനെ താഴോട്ട് തന്നെ പോകണേ, എന്തുകൊണ്ട് മുകളിലോട്ട് പോകുന്നില്ല, അങ്ങനെയുള്ള ഇത് വെച്ചിട്ട്. ഇപ്പം ഈ എയ്റോപ്ലെയിൻ പറക്കുന്നതിനും എല്ലാം എത്ര ഫിസിക്സ് നിയമങ്ങളുണ്ട് അതിനകത്തല്ലേ. എവിടെയാണല്ലോ എയർപോർട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അബുദാബിയിൽ നിന്ന് വന്നപ്പോഴേ ഞാനെൻ്റെ വീട് മുകളിൽ നിന്ന് ഇങ്ങനെ കണ്ടു. ഈ സൈഡിലുള്ള ജനലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഇവിടെ ഞാൻ നോക്കുമ്പോൾ കാണാൻ പറ്റും ഓടൊക്കെ. ആളുകൾക്ക് കണ്ടില്ല, ഓട് കണ്ട്. കാരണം പെട്ടെന്ന് ഇങ്ങനെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ അവിടുത്തെ കാവ് കണ്ടു.
അമ്പലം കണ്ടു. ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മയൊക്കെ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് ഭാഗഭാക്കായതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഞാൻ വന്ന് പറഞ്ഞപ്പോൾ. പിന്നെ ഞാനിപ്പോൾ ഗുരുവായൂർ പോവുകയാണ് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്. ഇന്ന് അവിടെ താമസിക്കുകയാണ്. നാളെ ഗുരുവായൂരപ്പനെയും തൊഴും കല്യാണവും കൂടിയിട്ട് തിരിച്ചു വരും. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്ന ഇത്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി, ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും സാധിക്കും. അപ്പോൾ ആ ചേച്ചിയെ ഞാനിപ്പോൾ കണ്ടത് സിംഗിളിനെ പരിചയപ്പെട്ടു ആദ്യം. അത് കഴിഞ്ഞ് സിംഗിള് ഒരു നല്ലൊരു നിലയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു പോഡ്കാസ്റ്റ് പോലെ എല്ലാവരെയും വിളിച്ചിട്ട് ഇങ്ങനെ, അങ്ങനെയാണല്ലോ നമ്മൾ എന്താ പറയുക, ചാനലിനെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത്. അവരെ വിളിച്ച് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി അവർക്ക്. അവരുടെ അടുത്ത ആളുകളെല്ലാം ഉണ്ടായിരുന്നു, അത് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പം എന്നെ വിളിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ അവിടെ പോയി ചേച്ചിയെ കണ്ടു, എൻ്റെ കയ്യിലുള്ള സ്വരഭേദങ്ങളിൽ ഒപ്പിട്ട് വാങ്ങിച്ചു. പക്ഷേ എത്ര വർഷം കഴിഞ്ഞാണല്ലേ, 12-ലോ 13-ലോ എങ്ങാണ്ടോ ചേച്ചി അത് എഴുതിയ, 13-ൽ പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ ഞാനും അച്ഛനും വായിച്ചു. കണ്ണീന്ന് വെള്ളം ഒഴുകുമായിരുന്നു കേട്ടോ. ആ ജീവിതം പകർത്തി വെക്കണമെങ്കിൽ തന്നെ എന്ത് ധൈര്യം വേണോ അല്ലേ. അപ്പോൾ അത് അത്ര ധൈര്യമുണ്ട്. കാണുമ്പോൾ നല്ല പ്രൗഢയായ ഒരു സ്ത്രീയാണ് കേട്ടോ, സ്ത്രീ രത്നം എന്ന് പറയാം. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ എല്ലാ ചിന്തകളും നമ്മൾക്ക് ഇഷ്ടമാവുമായിരിക്കില്ല, പക്ഷെ അവർ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്. നല്ലപോലെ സംസാരിക്കുന്ന ആളാണ്, നല്ല സൗണ്ടാണ്, പിന്നെ നല്ല പേഴ്സണാലിറ്റിയാണ് അല്ലേ. സ്ത്രീകൾക്ക് എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ പുള്ളിയുടെ ലൈഫിനെ പറ്റി പറയുമ്പോൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വെർജീനിയ വുൾഫിൻ്റെ ഒരു ബുക്ക്. അതും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, അമ്മ എവിടെ കൊണ്ടുവന്ന് വെച്ചു, ഇന്നലെ ഞാൻ ഇവിടെ എടുത്തു വെച്ചായിരുന്നു. ഉണ്ട് ഇവിടെ. അതിൻ്റെ പേരാണ് എ റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറഞ്ഞാൽ തൻ്റേതായ സ്വന്തമായ ഒരു മുറി. അത് സ്ത്രീപക്ഷത്ത് നിന്ന് ചിന്തിക്കുകയാണ്. തൻ്റേതായ സ്വന്തമായ ഒരു മുറി വേണം ഒരു സ്ത്രീക്ക്. പിന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും സമ്പാദിച്ചിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സമ്പാദ്യവും, പണമായാലും സ്വർണമായാലും അത് വേണം ഒരു സ്ത്രീക്ക്, സ്വന്തമായിട്ട് വേണം. അത് കയ്യിലുണ്ടെങ്കിൽ ആണ് ആ സ്ത്രീക്ക് ആർട്ടും കലയും എല്ലാം അവൾക്ക് പുറത്തേക്ക് വരുള്ളൂ. കാരണം ടെൻഷനില്ല. സ്വന്തമായിട്ടൊരു മുറി ഉണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് വിടരാൻ, ഒരു പുഷ്പം വിടരുന്ന പോലെ വിടരാനായിട്ടൊരു സ്ത്രീയുടെ ചിന്തകൾക്ക് നല്ലപോലെ വിരിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ, വിടരണമെങ്കിൽ സ്വന്തമായിട്ടൊരു ഇടം വേണം അവൾക്ക്, ഒരു മുറി വേണമെന്ന്. അത് ഞാൻ എത്രത്തോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നറിയോ. ഞങ്ങളുടെ വീട്ടിൽ പോവാം, വണ്ടി എടുത്തോ, ഞങ്ങൾ പോകാറായി. എന്നാൽ അതുവരെ ഞാൻ റെഡിയായിട്ട് നിന്നപ്പോൾ അരവിന്ദ് വരുന്നതായിരുന്നു. എന്നാലും ഞാൻ 2 മിനിറ്റ് കൂടെ പറയാം, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഈ വീട് പണിയുന്നതിന് മുമ്പേ ഒരു സാധാരണ വീടായിരുന്നു. സാധാരണ വീടെന്ന് പറഞ്ഞാൽ ഇവിടങ്ങളിലുള്ളതിൽ നല്ല വീടുകളൊക്കെ തന്നെയാണ് കേട്ടോ. മുമ്പ് വശത്ത് അച്ഛന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ നന്നാക്കിയൊക്കെ എടുത്തത് അത് അച്ഛന് വീട് പണിയൽ തന്നെയാണ്. അപ്പോൾ ആ വീട് വന്നിട്ട് ഇങ്ങനെ ഈ അറ എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ മച്ചിട്ട റൂംസ് ഉണ്ട്. മച്ചിട്ട റൂമിന് ചുറ്റുമാണ് ഇങ്ങനെ വാർത്തെടുത്തത് കേട്ടോ. ആ തായ്പുര എന്ന് പറയും, അത് അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് ആ നടുക്കുള്ള ഇതിനകത്ത് വിത്തൊക്കെ കൊണ്ടുവന്നിടും വെല്ലുമിച്ചി. എന്ന് പറഞ്ഞാൽ മച്ചുണ്ടെങ്കിലേ മുളയ്ക്കുള്ളൂ വിഷുവിൻ്റെ സമയത്ത്. എന്നിട്ട് വിതയ്ക്കും. ഈ ആദ്യത്തെ മഴ കഴിഞ്ഞ് കഴിയുമ്പോൾ മുള പൊട്ടിയ ഉടനെ വിതച്ചിട്ട് പിന്നെ വെള്ളം അടിക്കണം മഴ വരുന്ന വരെ. വെള്ളം അടിച്ച് അത് മുളച്ചൊക്കെ വരുവേ. മുളച്ച് കഴിയുമ്പോൾ മഴ വരും. അപ്പോഴേക്കും നന്നായിട്ട് ഞാറൊക്കെ ആവും. പിന്നെ അത് ഒലിച്ചു പോകാതിരിക്കാനുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അത് ശരിക്കും അതിനകത്ത് ഞാറ് നല്ലപോലെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ അത് പോവില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതികൾ കേട്ടോ. 2 പൂവ് 3 പൂവ് എന്നൊക്കെ പറയും. അതായത് 3 തവണ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എപ്പോഴും ആളുകളും ഈ മുറ്റത്തങ്ങ് ചാണകം അങ്ങോട്ട് മെഴുകും. ചാണകമില്ലേ, അടിച്ചിട്ട് മെഴുകും ആളുകൾ വന്നിട്ട്. എന്നിട്ട് കൊയ്ത് കൊണ്ടുവന്ന് കറ്റ അവിടെ വെച്ചിട്ട് ഇവിടെ നിന്നാണ് മെതിക്കുക. അപ്പോൾ ഉത്സവം പോലെയാണ്. ഞാനൊക്കെ അതിൻ്റെ ഇടയിലാണ് കിടന്ന് വളർന്നത്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് എൻ്റെ സ്വന്തമായ ഒരു മുറി വേണമെന്നൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് ആ മുറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതില്ലേ, അവിടെ 2 പൂവ് ആയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു നമുക്കിനി ഇതൊക്കെ മുറിയാക്കി തന്നെ എടുക്കാം അമ്മേ എന്ന് പറഞ്ഞിട്ട് പുറകിൽ എൻ്റെ അമ്മ വന്നിട്ട് ഒരു ഇതുണ്ടാക്കി. അതിനെന്താ പറയുക, ചാർത്ത് പോലെ. അപ്പോൾ അവിടെയാണ് പിന്നെ ഇതൊക്കെ ഇടുന്നത്. അപ്പോൾ ഈ മുറിയിൽ ഞാൻ എൻ്റെ ഒരു ടേബിളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ബെഡൊക്കെ സെറ്റാക്കി എൻ്റെ പുസ്തകങ്ങളൊക്കെ അവിടെ വെച്ച്. അന്നൊന്നും ഇങ്ങനെ ഫോട്ടോ എടുക്കാനോ റീലെടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ കലക്കിയാലോ. എൻ്റെ മുറിയൊക്കെ കാണിച്ചു തന്നെ. നല്ല നീല നിറത്തിലുള്ള ഒരു ജനലായിരുന്നു, നീല പെയിൻ്റ് അടിച്ച ജനൽ, വെള്ള അഴികളുള്ള ജനൽ. അതിൽ
ഒരു ചെറിയ പകുതി വരെയാണ് കർട്ടൻ ഇടുള്ളൂ. ഒരു സ്പ്രിങ് ആണ്, ഇങ്ങനെ സ്പ്രിങ്. ആ സ്പ്രിങ്ങിൽ ഇങ്ങനെ ഞൊറിഞ്ഞ് കർട്ടൻ അങ്ങനെയൊക്കെയായിരുന്നു അന്ന് ഇത്. അപ്പോൾ ആ കർട്ടൻ്റെ സൈഡിൽ ഞാനിങ്ങനെ ഞാൻ തന്നെ 7 വയസ്സ് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും ഞാൻ സ്വന്തമായിട്ടൊരു മുറി ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അമ്മയ്ക്ക് സ്കൂളിലൊക്കെ പോകാനും ഒക്കെ ഉള്ളതുകൊണ്ടും വല്യമ്മച്ചിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയതുകൊണ്ട് ഒരു ജോലിക്കാരിയെ വീട്ടിൽ താമസിക്കാൻ നിർത്തിയിരുന്നു, അമ്മയെ സഹായിക്കാനായിട്ട്. അപ്പോൾ ആ ചേച്ചിയും ഞാനും ഈ മുറിയാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മുറി, ഞാൻ കിടക്കുന്നത് ഈ സൈഡിൽ കട്ടിൽ, ആ മുറിയുടെ മറ്റേ സൈഡിൽ ആ ചേച്ചിയുടെ കട്ടിൽ. അപ്പോൾ പുറത്തേക്കും ഉണ്ട് വാതിൽ, അകത്തേക്കും ഉണ്ട് വാതിൽ, അങ്ങനെയായിരുന്നു അത്. അന്നിങ്ങനെ സാക്ഷ ഇട്ടിട്ടുള്ള വാതിലാണ്. അപ്പോൾ അമ്മ എപ്പോഴും പറയും നല്ലോണം സാക്ഷ ഇട്ടിട്ട് മുകളിലും സാക്ഷ ഇട്ടിട്ട് കിടക്കണം, പുറത്തുനിന്ന് തള്ളിയെ തുറക്കരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സുരക്ഷ പഠിക്കുകയായി. അതെ, നമ്മൾ സുരക്ഷിതമായിരിക്കണം എന്നുള്ള പഠിത്തം നമ്മൾ പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ മുറിയിൽ ഞാൻ ഇരുന്ന് എഴുതി കൂട്ടുമായിരുന്നു എന്തൊക്കെയോ. എന്നോട് ആരോ ചോദിച്ചു പണ്ടത്തെ കുറിപ്പുകൾ എവിടെ ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കുക ചേച്ചി, തപ്പാൻ നേരം കിട്ടിയിട്ടുള്ളത്. ഇവിടെ വല്ലയിടത്തൊക്കെ ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഈ വീട് നന്നാക്കിയിട്ടോ. അപ്പോഴും അമ്മ അതൊക്കെ സൂക്ഷിച്ച് അവിടെ അപ്പുറത്തെ ഞങ്ങൾ താമസം മാറ്റിയ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. താമസം മാറ്റിയ വീടെന്ന് പറഞ്ഞാൽ അച്ഛൻ പണിതെന്ന് പറഞ്ഞില്ല, ഒരു ഷെഡ് പോലെ. അതിൽ ഒരു മുറിയും ഒരു 2 വരാന്തയുണ്ട് ഇങ്ങനെ എൽ ഷേപ്പിൽ. അത് അവിടെ ഉണ്ടായിരുന്നേ. അവിടെയായിരുന്നു പിന്നെ ഞങ്ങളുടെ വാസസ്ഥലം. എന്നിട്ട് ഈ വീട് റെഡിയാക്കി. പിന്നെ എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞതൊക്കെ ഇവിടെ തന്നെയാണ്. ഞാൻ BA ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് വീട് പണി തുടങ്ങിയത്. ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴാണ് വീടിൻ്റെ പണി കഴിഞ്ഞത്. 3 വർഷം എടുത്തു. അപ്പോഴും മുകളിലത്തെ നില കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയ്ക്കും ഈ ലോണൊക്കെ എടുത്തൊക്കെ വേണ്ട ചെയ്യാനായിട്ട്. അവർ സാലറീഡ് ക്ലാസ് അല്ലേ, ഗസറ്റഡ് ക്ലാസ് ആണെങ്കിലും സാലറീഡ് ക്ലാസ് അല്ലേ, ഇത്ര രൂപയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെ ആണെങ്കിലും അപ്പോഴാണ് എനിക്കൊരു മുറി കിട്ടിയത് കേട്ടോ. അപ്പോഴും ഒരു മുറി എന്ന് പറഞ്ഞാൽ ഒരു മുറിയിൽ ഗസ്റ്റൊക്കെ വരും. എപ്പോഴും ഒരു മുറിയിൽ അച്ഛനും അമ്മയും കിടക്കും, ഈ ഒരു മുറിയിൽ ഞാൻ കിടക്കും. അപ്പോൾ ആ ഗസ്റ്റ് റൂമാണ് എൻ്റെ ബ്രദറിൻ്റെ. ഏത് ഗസ്റ്റ് വന്നാലും അവൻ പിന്നെ അതെടുത്തുകൊണ്ട് എൻ്റെ റൂമിൽ കിടക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം കേട്ടോ. ഇപ്പോഴും അവൻ പുറത്താവുമായിരുന്നു, കുഞ്ഞല്ലേ ആങ്ങളെ. അത് കഴിഞ്ഞ് പിന്നെ മുകളിലത്തെ 2 റൂം സെറ്റാക്കിയപ്പോൾ ആ ഒരു മുറി എനിക്കും അപ്പുറത്തെ മുറി എൻ്റെ ആങ്ങളയ്ക്കും. അതും കഴിഞ്ഞ് ഇപ്പോൾ അവൻ്റെ മകൻ വന്നു, എൻ്റെ മകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ എപ്പോഴും ഇങ്ങോട്ടൊക്കെ വരും. അപ്പോൾ എൻ്റെ ബ്രദർ പിന്നെയും മുകളിൽ ഒരു മുറി കൂടെ കൂട്ടിയെടുത്തു. ഇപ്പം എത്രയാ, 6 റൂംസ് ഉണ്ട് വലുത്. ഞങ്ങളെല്ലാവരും വരുമ്പോൾ അത് ഓക്കിപ്പേടാം. എൻ്റെ മോള് കിടക്കുവരണത്തിൽ, ഞാനും അരുവിന്ന് കിടക്കുവരണത്തിൽ, ആങ്ങളുടെ മോൻ ഒരെണ്ണത്തിൽ കിടക്കും, പിന്നെ അവർ 2 പേരും ഒരെണ്ണത്തിൽ കിടക്കും, അച്ഛനും അമ്മ ഒരെണ്ണത്തിൽ കിടക്കും, ഒരു ഗസ്റ്റ് റൂം ആൻഡ് TV റൂം, അങ്ങനെ അത് വേറെ. ഇതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കും, ഇത്രയും വലിയ വീട്, വല്ലപ്പോഴും വരുന്ന അതിഥികൾക്കായിട്ട് വലിയ വീട്. പക്ഷെ അന്നേരം ഇതിൽ സന്തോഷമാണ് കേട്ടോ എല്ലാവർക്കും. പണ്ട് എൻ്റെ അച്ഛൻ്റെ സിസ്റ്റേഴ്സ് വരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കും. അപ്പോൾ പക്ഷേ ഒരു റൂം എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, എപ്പോഴും നമുക്ക് വലിയ ഒരു സ്വാതന്ത്ര്യമാണ് തരുന്നത് സ്ത്രീകൾക്ക് അല്ലേ. അത് എനിക്ക് കുറച്ച് നാൾ, എനിക്ക് മാവേലിക്കരയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എനിക്ക് സ്വന്തമായിട്ട് റൂമില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാനത് അതിനകത്തേക്ക് ഇറങ്ങി പുറപ്പെട്ട് അമ്മച്ചിയൊക്കെ കൺവിൻസ് ചെയ്ത് ഒരു റൂം ഞാൻ എനിക്ക് വേണ്ടി സെറ്റാക്കിയത്. എനിക്ക് 53 വയസ്സുണ്ട്. ഇപ്പോഴാണ് അത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആരും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ എല്ലാവരും വന്ന് 2 ദിവസത്തേക്കല്ലേ 3 ദിവസത്തേക്കല്ലേ എന്ന് വന്നിട്ട് പോകും. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അവിടെ താമസിക്കാറ്. മാക്സിമം ഒരു 10 ദിവസമൊക്കെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്, ഞാനും അരവിന്ദ്. വേറെ ആരും 10 ദിവസത്തിൽ കൂടുതൽ, അംബിക താമസിച്ചാണ് ഒരിക്കലും, അരവിന്ദ് സിസ്റ്റർ. പക്ഷെ ഞങ്ങൾ ആരും 10 ദിവസത്തിൽ കൂടുതൽ ഈ 30 വർഷത്തിൽ താമസിച്ചിട്ടില്ല. അപ്പോൾ ഒരു മുറി, ഇപ്പോൾ എനിക്ക് അവിടെ പോയി താമസിക്കാൻ ഇഷ്ടമാണ്. കാരണം ഒരു മുറി നമ്മളുടേതായിട്ടുണ്ടെന്ന് കാണിക്കുമ്പോൾ, വെർജീനിയ വുൾഫ് അന്ന് 1920കളിൽ എഴുതി വെച്ച കോൺസെപ്റ്റാണ് എ റൂം ഓഫ് വൺസ് ഓൺ. ഒരു സ്ത്രീക്ക് അനിവാര്യമാണ് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ആയിട്ട് കേട്ടോ. നിങ്ങളൊരു റൂം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഒരു കോർണറെങ്കിലും നിങ്ങളുടേതാക്കൂ, ഒരു ടേബിളെങ്കിലും നിങ്ങളുടേതാക്കൂ. അതാണ് ഫെമിനിസം, അതാണ് നമ്മളുടെ റൈറ്റ്സ് കേട്ടോ. അത് നിങ്ങൾ വിട്ടുകൊടുക്കണ്ട. അത് ചോദിക്കുന്നതിൽ അത് അഹങ്കാരമോ ധാർഷ്ട്യമോ ഒന്നുമല്ല. യു ഷുഡ് ഹാവ് യുവർ ഓൺ സ്പേസ്. അതാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയും നിങ്ങളുടെ ഉപബോധ മനസ്സിനെയും അതിനുവേണ്ടി പ്രാപ്തമാക്കിയിട്ട് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കൂ. കുറച്ച് വൈകിയാണെങ്കിലും എല്ലാം നടക്കും. പിന്നെ ചേച്ചി വയസ്സായിട്ട് നടന്നിട്ട് എന്താ കാര്യം, അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പോഴെങ്കിലും നടന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് എന്താ കഴിക്കണേ, മാങ്ങ കഴിച്ചുകൊണ്ട് നടക്കണേ. എത്ര മാങ്ങ ഒരു ദിവസം കഴിക്കണേ? നമ്മുടെ സൗണ്ട് കേൾക്കട്ടെ എൻ്റെ സുഹൃത്തുക്കൾ. ഓർക്കെ പറ. 2 മാങ്ങ 3 മാങ്ങ കഴിക്കും ചിലപ്പോൾ അല്ലേ.
മറ്റേത് ചന്ദ്രക്കാരൻ കുഞ്ഞു മാങ്ങയുമുണ്ട്, ഇവിടെ ഈ വലുതുമുണ്ട്. ഇപ്പോൾ തീരാറായി. ഞാനും കുറേ കഴിച്ചു. എല്ലാവരും കഴിക്കണ്ടാവില്ലേ? എല്ലാവർക്കും മാങ്ങകൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഞങ്ങൾ ഗൾഫിൽ നിന്ന് വന്നായിരുന്നേ. പോവാരുവേ, എടുത്തോ, വണ്ടി എടുത്തോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാവേ. ബാക്കിയുള്ള കാഴ്ചകളും മറ്റും ഞാൻ കാഴ്ചകളായിട്ട് ഞാൻ എപ്പോഴും കാണിക്കാറില്ലല്ലോ. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനക്കയറ്റവും നിങ്ങൾ അർഹിക്കുന്നു എന്ന് കരുതുന്ന ശമ്പള വർധനയും മുതൽ ഭയങ്ങളെയും ദുശീലങ്ങളെയും അതിജീവിക്കുന്നതിനും പരസ്പര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒരു ലോകം നിങ്ങൾക്ക് തുറന്നു തരും. നിങ്ങളുടെ വിശ്വാസങ്ങളിൽ മാറ്റം വരുത്തി അത് നിങ്ങളുടെ ജീവിതത്തെയും ലോകത്തെയും മാറ്റും. വിശ്വാസം അതാണെല്ലാം എന്ന് പറയണ മനസ്സിൽ ആറ്റിറ്റ്യൂഡാണ് മാറ്റേണ്ടത് കേട്ടോ. അത് മാറ്റിയാൽ മതി. ഇപ്പോൾ ആ ഓരോ മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ അവിടെ വന്നിരുന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് ഗൈഡായിട്ട് എടുത്തിട്ട് നിങ്ങൾ ചെയ്തോളൂ, വേണ്ടാന്നല്ല. ബട്ട് ഡോണ്ട് വേസ്റ്റ് യുവർ മണി ഫോർ കാണുന്ന കോഴ്സസിനെല്ലാം പോയി ചേർന്ന് കാശ് കളയരുത്. അതുകൊണ്ടാവില്ല. നമ്മുടെ ഇവിടെ ഈ മനസ്സിൽ മാറ്റം വരുത്തിയാൽ മതി. ചിലപ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ, അയ്യോ ഞാൻ ആ കോഴ്സ് ചെയ്തു എന്നിട്ട് എനിക്ക് ശരിയായില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? വേർത്ത് വിളിക്കുക. അതുകൊണ്ട് കോഴ്സല്ല കാര്യം, മനസ്സാണ് കാര്യം. ബൈ ദിസ് ബുക്ക് ഫസ്റ്റ്, എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ആ കോഴ്സിനൊക്കെ ചേർന്നോളൂ. പണമുണ്ടെങ്കിൽ ചേരാട്ടോ, ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ദിസ് ഈസ് വാട്ട് യു റിക്വയർ. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. ഉപബോധ മനസ്സിൻ്റെ ശക്തിയെല്ലാം ഉപയോഗിക്കൂ. പിന്നെ കാണാം കേട്ടോ.